ഈ കാണുന്ന സീനാരം തല്ലാൻ പോണത് രാവിലെ തന്നെ കമ്പം കെട്ടാനുള്ള തണുങ്ങ് വറക്കാൻ ഇറങ്ങിയ ഒറ്റത്തിന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വണ്ടി എടുക്കുന്ന ഈ പയ്യനാണ് ബാക്കിയുള്ള മുതുക്കന്മാരെക്കാളും ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട്. മതിലാടുന്ന പറഞ്ഞിട്ട് പാള വറക്കാനാന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അമർ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാങ്ങയാണ് വഴിക്ക് ഒരു പാളം കിട്ടി അതിപ്പോ ലാഭമായി. അവിടെ നമ്മൾ 50 സ്കോർ ചെയ്ത് നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും കട്ടപ്പടം വെള്ളമൊക്കെ കുടിച്ചൊന്ന് ബൂസ്റ്റ് ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ അമ്പാടി ആരോ തിന്നിട്ട് കുരുതുപ്പി ഉണ്ടായ ഒരു ജാതിമരം കണ്ടിട്ട് ജാതിത്തോട്ടം മേലായി മാതിരി ഊളത്തരം പറയാലെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ചാമ്പ് ഒരു വീട്ടിൽ നിന്ന് മാങ്ങ എറിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ ഉപ്പും മേടിച്ച് എല്ലാവരും നിരന്നിരുന്നത്. നിങ്ങളെല്ലാരും പകുതി കഴിഞ്ഞപ്പോഴത്തേന് ഈ കൊച്ചൂരിപ്പാണെങ്കിൽ മുഴുവൻ തിന്നു കിട്ടിയാണെങ്കിലും കൂടെ ഉറത്ത് കൂട്ടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടുത്തെ രഞ്ജിത്തന്നെ നോട്ടൊക്കെ കൊണ്ട് ഇതൊക്കെയാണ് വൈബ്. നഴ്സറി പിള്ളേരോട്ട് 2 പിള്ളേർ അച്ഛൻ വരെ ഒരേ കൂടെ കഴിയും. വീട്ടിൽ ചെന്നപ്പോഴത്തേന് കുറെ നാളുകൾക്ക് ശേഷം ഒരു പച്ചത്തേങ്ങ അതും പൊടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേന് എന്താ ആശ്വാസം. ഇഞ്ചി നോക്കിയപ്പോൾ കുറച്ച് പത്തൊക്കെ ഇരുന്നു അതും കഴിച്ചു. ഇവനിപ്പോ കഴിച്ചിട്ട് വന്നതിന്റെ ആ തോന്നുന്നു പിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്ന പോലെ ജംബോ സർക്കസിലും വിട്ടാൽ 10 കാശ് ഉണ്ടാക്കാം. അങ്ങനെ കഴിച്ചിട്ട് വന്നതിനൊക്കെ പേർക്ക് നിങ്ങൾ കൂട്ടിയിട്ടൊക്കെ നിർത്തോളൂ. ആപ്പലൊക്കെ പേർക്ക് കയറ്റുക എന്നുള്ളതാണ് അടുത്ത വണ്ടി. നിമിഷം നേരം കൊണ്ട് തന്നെ വണ്ടിയെല്ലാം കുത്തിയാണ് വണ്ടിയുടെ വണ്ടിക്ക് ഇരുന്ന് ടെമ്പിൾ വൺ കളിക്കുന്നുണ്ട്. ഏതാ വൈബ് തണുക്കെല്ലാം കമ്പത്തറെ കൊണ്ട് ഇറങ്ങി അടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഈ ടാർപ്പ് വലിച്ച് പൊക്കുക എന്നുള്ളത്. അതിനല്ല തണിങ്ങിന്റെ വണ്ടിക്ക് തന്നെ അത് പൊക്കുക എന്നുള്ള അത്രയ്ക്ക് എളുപ്പമായിരുന്നു. അതിന്റെ വണ്ടിക്കുള്ള കരിയിലെ മണ്ണും എല്ലാം കൂടെ വന്നിട്ട് 1.5 ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഒരു മൂലയ്ക്കൊന്ന് ഓരോന്നോരൊന്ന് മാറ്റി തുടങ്ങി മാറ്റി ചെല്ലുമ്പോഴത്തേന് പിന്നെ അകത്തോട്ടായിരുന്നു ടാർപ്പട എല്ലാവരും ഒരു മൂലയ്ക്കൊന്ന് പൊക്കാനൊക്കെ പക്ഷേ ഒരു രക്ഷയില്ല. അങ്ങനെ ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് വാടകയ്ക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് മുങ്ങി കുളിക്കാനായിട്ട് തോട്ടിലോട്ട് പോകാൻ തുടങ്ങി. ടാർപ്പ വാടകയ്ക്ക് എടുത്തിട്ട് അവർ ടാർപ്പൊക്കെ വിരിച്ചോണ്ടിരുന്നപ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് വിദ്യാന്തി വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഷൂട്ട് ഉണ്ട് അങ്ങോട്ടേ അല്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് അവന്റെ മാമനെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണ്ടി ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിനാണ് ഈ ബാഗും ചുമന്നത്. അങ്ങനെ കോണ്ടന്റ് ഷൂട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആണെങ്കിൽ വേറെ ശബ്ദം കേട്ടത്. ട്രെയിനിലേക്ക് എഞ്ചിൻ കണക്ട് ചെയ്യുന്നതിന്റെ സൗണ്ട് അത് ഫീൽ ഉള്ള ഒരു മൊമെന്റ്. ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാ ആളുകളും നോക്കി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കാനായിട്ട് നേരെ സ്മോക്കി ഷാക്കിൽ വീഡിയോ എടുത്ത് കൊടുത്തതിന് മാമന്റെ ലെവലിൽ അൽഫാമൊക്കെ അങ്ങനെ ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് മാമന് ഓക്കെ ബൈ ബാക്കി നാളെ.